രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യമില്ല. ഇത് കേൾക്കുമ്പോഴത്തേക്ക് രാഹുലിനെ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഒരു നിരാശ തോന്നിക്കാണാം, സങ്കടം തോന്നിക്കാണാം, ചിലപ്പോൾ അവർക്കൊരു സംശയം തോന്നിക്കാണാം, ഇനി രാഹുൽ കുറ്റക്കാരനാണോ അല്ലയോ എന്നൊക്കെ ഒന്ന് ഒന്ന് ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. കാരണം കീഴ്ക്കോടതിയിൽ ഈ റേപ്പ് കേസിന് അങ്ങനെ ജാമ്യം കിട്ടത്തില്ല. അത് മേൽക്കോടതിയിലാണ് അത് ജാമ്യം കിട്ടുന്നത്. അപ്പം ഇതിൻ്റെ കാര്യങ്ങളും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മേൽക്കോടതിയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമേ അത് വിശദമായിട്ട് പരിശോധിച്ച് അതിന് ജാമ്യം നൽകത്തുള്ളൂ. ജാമ്യം കിട്ടാതെ എവിടെ പോകാനാണ്? കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ ആരെയും കൊന്നിട്ടോ അല്ലെങ്കിൽ മോഷണം നടത്തിയിട്ടോ ഒന്നുമില്ല, അല്ലേ? ഉഭയകക്ഷി പ്രകാരം പരസ്പര സമ്മതത്തോടു കൂടി രണ്ടുപേര് ചെയ്യുന്ന കാര്യങ്ങൾ അത് മാത്രമേ ഇവിടെ രാഹുൽ മാങ്കൂട്ടം ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഇതുപോലെ ഒരാളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി പീഡിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ കൊന്നിട്ടോ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ കീഴ്ക്കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിയില്ലെങ്കിൽ അത് മേൽക്കോടതിയിൽ എത്തുമ്പോഴത്തേക്ക് അത് ജാമ്യം പരിഗണിക്കും. അതിനകത്തൊരു സംശയമില്ല. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇഷ്ടപ്പെടാത്ത ആളുകൾ ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കൊടുത്തില്ല, ഇനി ഒരാഴ്ച കൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ കിടക്കട്ടെ, ഒരാഴ്ച കൂടെ കടന്നു കഴിഞ്ഞാൽ ശബരിമല സ്വർണ്ണക്കൊള്ള ഒരാഴ്ച കൂടെ മാഞ്ഞ് തേഞ്ഞിങ്ങനെ കിടക്കുമെന്നുള്ളൊരു ചിന്തയാണ് ഇവർക്കൊക്കെ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് എങ്ങനെയെങ്കിലും കുറേ ദിവസം കൂടെ ജയിലിനകത്ത് പിടിച്ചിടണം. കാരണം ഇപ്പം നമ്മൾ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വാർത്തകളും നമ്മളിപ്പം കാണുന്നില്ല. തന്ത്രിയുടെ അവസ്ഥ എന്താണ്? തന്ത്രിയുടെ വീട്ടിൽ SIT ടീം പോയിട്ട് റെയ്ഡ് ചെയ്തിട്ട് അവിടുന്ന് കിട്ടിയ വിവരങ്ങളും കാര്യങ്ങളും എന്താണെന്നറിയത്തില്ല. അതുപോലെ ബി ജെ പി പ്രവർത്തകർ ഈ പറയുന്നിട്ടുള്ള തന്ത്രിയുടെ വീട്ടിൽ അന്ന് പോയത് എന്തിനാന്ന് പോലും ഇതുവരെ ഒരു വാർത്തകളിലും വന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പം രാഹുൽ മാങ്കൂട്ടം എന്ന ശക്തനായിട്ടുള്ള കോൺഗ്രസിൻ്റെ ഈ ഒരു അമ്പിനെ എങ്ങനെയെങ്കിലും ഒടിച്ച് താഴെ ഇടുക, അതുമാത്രമാണ് ലക്ഷ്യം. എങ്കിൽ മാത്രമേ ഈ പറഞ്ഞിട്ടുള്ള മറ്റു പാർട്ടികൾക്ക് മുമ്പോട്ട് കയറി വരണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വെട്ടി താഴെ ഇടണം. അതാണ് വേണ്ടുന്നത്. കാരണം ഇനി ഇവരെയൊക്കെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം ഒഴിയണം. MLA സ്ഥാനം ഒഴിഞ്ഞാൽ മാത്രമേ രാഹുലിനെതിരെയുള്ള ഈ കള്ളക്കഥകളും ഈ കളികളും നിൽക്കത്തുള്ളൂ. പക്ഷേ രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം ഒഴിയണമെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള പാർട്ടി വിചാരിച്ചാൽ മാത്രം നടക്കുന്ന കാര്യമില്ല. കാരണം രാഹുൽ ഒപ്പിട്ടാൽ മാത്രമേ MLA സ്ഥാനം ഒഴിയാൻ സാധിക്കൂ. അതല്ലാതെ രാഹുലിനെ ബലമായിട്ട് പിടിച്ച് MLA സ്ഥാനം ഒഴിയിപ്പിക്കാൻ ആര് വിചാരിച്ചാലും അത് നടക്കുന്ന കാര്യമില്ല. ഇത് ഒരു കള്ളക്കഥയാണ്. രാഹുലിനെ MLA സ്ഥാനം ഒഴിപ്പിച്ച് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി മാറ്റി നിർത്തിയാൽ മാത്രമേ മറ്റുള്ള കഴുകന്മാർക്ക് കയറി വരാനും മറ്റുള്ള പാർട്ടിക്കാർക്ക് കയറി വരാനൊക്കെ സാധിക്കൂ. ഇപ്പം ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പീഡന പരാതിയിൽ അകത്തിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ശബരിമല കൊള്ള നടത്തിയ എല്ലാവരെയും രാഹുൽ വെളിയിൽ കൊണ്ടുവന്നേനെ. രാഹുൽ മാങ്കൂട്ടം എന്ന ഈ ചെറുപ്പക്കാരൻ ശബരിമല കൊള്ളയ്ക്കെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചേനെ. അല്ലാതെ വേറെ ആരും ഇല്ലല്ലോ. അല്ലാതെ അതിനെതിരെ പ്രതികരിക്കുന്നത് നമ്മൾ വേറെ ഒരു പാർട്ടിയോ ഒരു സംഘടനയോ ഒന്നും തന്നെ ഒരു നേതാവോ ഇതിനെതിരെ പ്രതികരിക്കുന്നതോ ആക്ഷൻ എടുക്കുന്നതോ നമ്മൾ കണ്ടില്ല, അല്ലേ? പക്ഷേ രാഹുൽ മാങ്കൂട്ടം പ്രതികരിച്ചിരുന്നു. ഈ സ്വർണ്ണക്കൊള്ള കേസ് വന്ന ആ സമയത്ത് തന്നെ രാഹുൽ മാങ്കൂട്ടം പ്രതികരിച്ചിരുന്നു. അപ്പം ഈ സ്വർണ്ണക്കൊള്ള വെളിയിൽ വരാതിരിക്കണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ആളുകളെ വെട്ടി വീഴ്ത്തിയാൽ മാത്രമേ ആ സ്വർണ്ണക്കൊള്ള മാഞ്ഞു പോകൂ എന്നാണ് ഇവരെയൊക്കെ വിചാരം. പക്ഷെ അതൊന്നും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകത്തുമില്ല. ഈ സ്വർണ്ണക്കൊള്ള ചെയ്തിട്ടുള്ള ആളുകൾ, അതാരാണോ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾ, അയാളെ വെളിയിൽ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നിരിക്കും. അത് വേറെ കാര്യം. കാരണം സത്യം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് എത്ര കുഴിച്ചുമൂടി ഇട്ടാലും അത് മറ നീക്കി വെളിയിൽ വരും. അപ്പോൾ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ചയാണ് രാഹുലിൻ്റെ ഈ കേസ് പരിഗണനയിലെടുത്തത്. അതിനുശേഷം ഇന്ന് ശനിയാഴ്ച അതിൻ്റെ വിധി പറയുമെന്ന് പറഞ്ഞു. അപ്പം ആദ്യം തന്നെ രാഹുലിന് ജാമ്യമില്ല എന്ന് അപ്പം തന്നെ പറഞ്ഞു. അവിടുന്ന് നിറച്ചിരിയോടെ പുഞ്ചിരിയോടെ രാഹുൽ മാങ്കൂട്ടം ചങ്കുറ്റത്തോടെയാണ് രാഹുലിനെ കൂകി വിളിക്കാനും ചീമൊട്ട എറിയാൻ നിന്ന ആളുകളുടെ മുമ്പിലൂടെ ചിരിയോടുകൂടി മാത്രമാണ് രാഹുൽ മാങ്കൂട്ടം അവിടെ നിന്ന് ഇറങ്ങി വന്നത്. തല കുനിക്കാനോ ഒന്ന് കരയാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ജാമ്യം കിട്ടിയില്ല എന്നുള്ളൊരു മാനസിക വിഷമം ഒന്നും കാണിക്കാതെ ചിരിച്ചുകൊണ്ടാണ് ഇറങ്ങി വന്നത്. കാരണം എന്താണ്? കാരണം ഏത്
വിഡ്ഢിക്കും അറിയാവുന്നൊരു കാര്യമാണ്. റേപ്പ് കേസുമായിട്ട് ബന്ധപ്പെട്ട് അതിന് ഈ പറഞ്ഞിട്ടുള്ള ആരോപണമാണെങ്കിൽ തന്നെ റേപ്പ് കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് പരാതി കീഴ്ക്കോടതിയിൽ പോയോ അതിനവിടെ ജാമ്യം കിട്ടത്തില്ല, അതിന് മേൽക്കോടതിയാണ് ജാമ്യം കൊടുക്കുന്നതെന്ന് ഏത് വിഡ്ഢിക്കും മനസ്സിലാവുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കിയാണ് രാഹുൽ മാങ്കൂട്ടം മറ്റുള്ള വിഡ്ഢികളുടെ മുമ്പിലൂടെ ചിരിച്ചുകൊണ്ട് ഇറങ്ങി വന്നത്. അതാദ്യം മനസ്സിലാക്കുക. എന്തായാലും ഇതിനെ പറ്റിയിട്ട് സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാർ പറയുന്നതും കൂടെ നിങ്ങളൊന്ന് കേട്ടു നോക്കുക. കൊല്ലം മുഖത്തല മോനെ, എനിക്കും രാഹുലിന്റെ പ്രായത്തിലുള്ള ഒരു മോനുണ്ട്. ഖത്തറിലാണ് അവന് പണി. എന്റെ പൊന്നു മോനെ, ജെട്ടിയും ഉടുപ്പും പാവാടയൊക്കെ അവന് മേടിച്ചു കൊടുക്കാനേ അവന്റെ അമ്മയ്ക്ക് പെൻഷൻ കാണും, അവന്റെ അച്ഛൻ ആർമിയിലായിരുന്നു, ആ പെൻഷൻ കാണും. എവളുമാര് ജെട്ടിയും പാവാടയും മേടിച്ചു കൊടുത്ത് വേണം പൊന്നു മോനെ രാഹുലിന് താമസിക്കാൻ, സൗന്ദര്യം കാണാനും. 2-3 ഇങ്ങനെ അവനെ വേണം. പക്ഷെ അവന്റെ വീട്ടുകാർ നല്ലൊരു കുടുംബക്കാരാ. അവന് പേടിയുണ്ട്. അവൻ നിൽക്കുന്നിടത്തോട്ട് ഇങ്ങനെ ഓരോന്ന് കൊണ്ട് കൊടുക്കുമ്പോ അവൻ എന്തോ ചെയ്യാനാ പൊന്നു മോനെ. പിന്നെ നല്ലോണം പഠിച്ച് നല്ല മാസ്റ്റർ ഡിഗ്രി എടുത്ത ഒരു മോനാ. പക്ഷേ അവനെ ഈ ചതിച്ച കോൺഗ്രസ്സുകാരന്മാരും ഈ കേക്കച്ചനും യുവമാരെല്ലാം കൂടെ അവനെ അങ്ങ് ഒരു പരുവാക്കി. അതേപോലെ തന്നെ ആ ഡാൻസുകാരി ഉണ്ടോ മെനയാന്ന് കുപ്പായോട്ടും കൊണ്ട് കളിക്കുന്നത്, അവളെ കൂടെ ഇറക്കിയ ഇതിനകത്ത്. ആദ്യം വന്ന ഒരു സാധനം ഉണ്ടല്ലോ നടിയെന്നും പറഞ്ഞ്, ഇത് കാനഡയിൽ പോയി എല്ലാരും കൂടെ ഒപ്പിച്ച് ഇങ്ങോട്ട് പയ്യെ വിട്ടുകൊടുക്കുക. ഇതിനകത്ത് യാതൊരു അഡ്രസ്സും ഉള്ള പരിപാടിയല്ല. കാര്യം രാഹുല് തൊടുമ്പോ എല്ലാം ഗർഭിണിയാവിയ. അതെന്തോ പൊന്നുമോനെ, അതൊന്ന് ആലോചിച്ചു. രാഹുല് തൊടുമ്പോ ഇവരെത്രയും ഗർഭിണിയാവിയ. അതും ബന്ധം ഇല്ലാത്തതും ഭർത്താവുള്ളതും തിരക്കിയിരിക്കാന്നോ രാഹുല്. അപ്പൊ ഭർത്താവില്ലാത്തവളുമാരെല്ലാം വരാൻ പറ, രാഹുലുണ്ടെന്ന് പറ തന്റെ ഇടമായിട്ട്. ഒരു വിദ്യാഭ്യാസം ഒരു MLA-യുടെ നേരെ എങ്ങനെ ചെല്ലുന്ന അവന്റെ ഇതുകൊണ്ട് ചിലപ്പം ആളുകൾ കൊണ്ടുവച്ചു കൊടുത്താൽ ചിലപ്പോ അവൻ ചെന്ന് കയറി കാണും. അത് ആട് കെട്ടാൽ അരക്കേട് മോനെ, പെണ്ണ് കെട്ടാൻ മുഴുക്കേട്. കഴിഞ്ഞിട്ട് ബലാത്സംഗം ചെയ്തെന്ന നിലവിളി അതങ്ങനെ ബലാത്സംഗം ചെയ്യുന്നേ? എവളുമാരെല്ലാം ഇങ്ങനെ അവിടെ ഇവിടെ കിടന്ന് ഉഴഞ്ഞതിന് ശേഷം അല്ലേ ഇങ്ങനെ പിടിച്ചു വരുന്നതെന്ന് വെച്ചാൽ എവനെ പിടിച്ചെടുക്കണം. അവർ കുടുംബക്കാരനാ, അവിടെ ചെന്ന് കയറണം അവർ വീട്ടിൽ. പക്ഷെ അവര് മുറ്റത്ത് കയറ്റത്തില്ല, അവന് പെണ്ണ് കിട്ടിയില്ലേലും. ഞങ്ങൾ കെട്ടിച്ചു കൊടുക്കാം, അങ്ങോട്ട് കെട്ടാലെ ജോലിയുള്ള സുന്ദരി പെൺപിള്ളാരെ ഇഷ്ടം പോലെ പെൺകൊച്ചുങ്ങള് ഞങ്ങൾ കെട്ടിച്ചു കൊടുക്കാം. നാട്ടുകാരായ അമ്മമാര് നിന്ന് അവന് കെട്ടിച്ചു കൊടുക്കും. ഈ മറ്റേ മോളുമാരെ ഇത്രയും കൂടെ പിടിച്ചു വെച്ചുകൊണ്ട് മറ്റവനുണ്ടല്ലേ കുനിഞ്ഞു നോക്കുന്നേ, റെയിൻകോട്ടും കൊണ്ട് ചെല്ലുന്നേ, അവനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണം, എവനെ രക്ഷപ്പെടണം. ഈ സ്വർണ്ണം ഇത്രയും കൊണ്ടുപോയേക്കുന്ന ദുബൈയിലും കാനഡയിലുമാ. അവിടെ അവൻ ഫ്ലാറ്റും ഒക്കെ വെച്ചിട്ട് അവൻ ഇവിടുന്ന് ക്യാൻസർ രോഗത്തിന് നാളെ ദൈവം അമ്മക്ക് എന്ത് വെക്കുന്നെന്ന് അറിയില്ല. അവിടെ ചെന്നവന് ചികിത്സിച്ച് അവിടെ കിടന്നുറങ്ങണം. എന്റെ മരുമോൻ ആരാ? കമ്പോളം തോറും നടന്നവൻ. അവൻ ലിവിങ് രൂപതായിട്ട് നടന്നമ്മച്ചല്ലേ അവൻ കയറി പറ്റിയത്. എല്ലാ കള്ളത്തിനും അവനാ മെയിനായിട്ട് കൂട്ടി. നിങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ ഇതെവിടുന്നാ വരുന്നതെന്ന്. കോൺഗ്രസ്സുകാർ നല്ലത്. ഏത് കോൺഗ്രസ്സുകാരനാ നല്ലത്? കേട്ടല്ലോ, സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളായ വീട്ടമ്മമാരുടെ പ്രതികരണമാണ് ഇവിടെ കേട്ടത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടം മാത്രം എങ്ങനെയാണ് തെറ്റുകാരനാവുന്നത്? ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത് കള്ളം പറഞ്ഞ് എൻ്റെ ഭർത്താവ് നിലവിലില്ല, അല്ലെങ്കിൽ ഞാനിപ്പോഴും ഒരു കുടുംബജീവിതവുമായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരാളാണ് എന്ന് പോലും പറയാതെ അതൊക്കെ മറച്ചു വെച്ചിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനൂടെ ഇറങ്ങിപ്പോയിട്ട് ഇവിടെ ഒരാൾ മാത്രം, ഈ പരാതി കൊടുത്തിട്ടുള്ള ആൾ മാത്രം എങ്ങനെയാണ് നന്മമരമാവുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ ഭരണപക്ഷം കണ്ടില്ലേ? ഭരണപക്ഷത്ത് ഉള്ള പാർട്ടികളുടെ അണികൾ എന്ത് തെറ്റ് ചെയ്താലും അവരെ സംരക്ഷിക്കുവാണ്, അവരെ സംരക്ഷിച്ചു കൂടെ നിലനിർത്തുവാണ് ആ പാർട്ടി ചെയ്യുന്നത്. പക്ഷേ കോൺഗ്രസ്സുകാരെങ്ങനെയാണ് ചെയ്യുന്നത്? വളർന്നു വരാൻ കേപ്പബിലിറ്റി ഉള്ള, നാളെയുടെ മുഖ്യമന്ത്രി വരെ ആവാൻ കപ്പാസിറ്റി ഉള്ള ആളുകളെ അവിടെ തന്നെ മുളയിലെ നുള്ളിക്കളയുവാണ്. ഇതുപോലെ എന്തെങ്കിലും ഒരു പരാതിയോ ഇതുപോലെ എന്തെങ്കിലും ഒരു സത്യമല്ലാത്ത ഇതുപോലെ കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന കഥകളുടെ പേരിലുള്ള പരാതി വരുമ്പോഴത്തേക്ക് അവിടെ മുളയിലെ നുള്ളിക്കളയുന്നതാണ് ഞാൻ ഈ പ്രതിപക്ഷ പാർട്ടിയിൽ കാണുന്നത്. ഭരണപക്ഷം പാർട്ടി നമ്മൾ കാണുന്നതാണ് എത്രയെത്ര പരാതികൾ, പീഡനങ്ങൾ ഓരോ ആളുകളുടെ മേലിൽ വന്നിട്ട്, മുകേഷിൻ്റെ പേരിൽ, ശശിയുടെ പേരിൽ, അങ്ങനെ എത്ര ആളുകളുടെ പേരിൽ വന്നിട്ട് പോലും ആ പാർട്ടി അവരെ സംരക്ഷിക്കുന്നതാണ് കണ്ടത് അല്ലേ? ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ അതാണ് സ്വന്തം പാർട്ടി, സ്വന്തം അണികളോട് വേണ്ടുന്ന ചെയ്യുന്ന ആ ഒരു സപ്പോർട്ട്, അത് നല്ലതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അങ്ങനെയല്ല വേണ്ടുന്നത്. ഞാനിവിടെ ഈ കോൺഗ്രസ് പാർട്ടിയുടെ കാര്യം കൂടെ ഇത് കമ്പയർ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നല്ല കാര്യമെന്നല്ല, തെറ്റ് ചെയ്തവനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം. പക്ഷേ ഇവിടെ കോൺഗ്രസ്സുകാരെന്താണ് ചെയ്യുന്നത്? നമ്മുടെ പാർട്ടി എല്ലാ കാര്യത്തിലും നല്ല നിലപാടാണ് എടുക്കുന്നത് എന്ന് പറഞ്ഞ്
സത്യം ഏതാണ് കള്ളം ഏതാന്ന് മനസ്സിലാക്കാതെ ഈ പറഞ്ഞിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള നാളെ മുഖ്യമന്ത്രി കസേരയിൽ വരെ ഇരിക്കാൻ യോഗ്യതയുള്ള ഒരാളെ ഒരു കള്ളപ്പരാതിയുടെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് വലിച്ചെറിയുമ്പോഴത്തേക്ക് പറഞ്ഞു പോകുന്നതാണ് നമ്മൾ. അല്ലാതെ നമ്മളിവിടെ ന്യായീകരിക്കുമല്ല. സ്വന്തം ജീവന് തുല്യം സ്നേഹിച്ച പ്രസ്ഥാനവും പാർട്ടിയും രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളി പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച രാഹുലിൻ്റെ ഉറ്റ സുഹൃത്തായ ഫെനി നയനാനെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ഫെനി നയനാൻ പുറത്തുവിട്ട ചാറ്റും കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഫെനി നയനാനെതിരെ പത്തനംതിട്ട സൈബർ പോലീസ് കേസ് വരെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ എതിരെ ഫെനി നയനാനും പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അതിജീവിതയുടെ ഐഡൻറ്റിറ്റിയും കാര്യങ്ങളും ഞാൻ എവിടെയും വെളിപ്പെടുത്തിയിട്ടില്ല, ഇതെനിക്ക് മേലെയുള്ള എനിക്കെതിരെയുള്ള കള്ളപ്പരാതിയാണെന്ന് പറഞ്ഞിട്ട് ഫെനി നയനാനും കേസിന് പോയിട്ടുണ്ടായിരുന്നു.